അള്ളാഹുവിന്റെ ഇൽമിനെ സ്നേഹിക്കുന്നവരാകണം, അറിവിനെ സ്നേഹിക്കുന്നവരാകണം, അറിവുള്ളവരെ സ്നേഹിക്കുന്നവരാകണം, പണ്ഡിതന്മാരെ മുത്തഅല്ലിമീങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാകണം. ഒരു പള്ളിപ്പറമ്പിലൂടെ ഒരു മുത്തഅല്ലിമായ മനുഷ്യൻ നടന്നുപോയി കഴിഞ്ഞാൽ ആ വ്യക്തി ആ പറമ്പ് വിട്ടു പോകുന്നതുവരെ, ഖബർസ്ഥാൻ വിട്ടുകിടക്കുന്നതുവരെ ആ ഖബറാളുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ ഖബറിന്റെ അദാബിനെ അള്ളാഹു നീക്കിവെക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക്, ഒരു മുത്തഅല്ലിമായ വ്യക്തിക്ക് അള്ളാഹു കൊടുക്കുന്ന പവറാണെങ്കിൽ ഇൽമു പഠിക്കുകയും ആ ഇൽമിന്റെ വഴിയിൽ സേവനമനുഷ്ഠിക്കുകയും വർഷങ്ങളായി എത്രയോ മുത്തഅല്ലിമീങ്ങളെ വാർത്തെടുക്കുകയും ഇൽമിന് സമർപ്പിക്കുകയും ആഖിറത്തിലേക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയും ചെയ്ത വലിയ വലിയ പണ്ഡിതന്മാരുടെ സ്ഥാനവും മഹത്വവും എത്രയായിരിക്കും. ഒരാലിമിനെയും നമ്മൾ കുറ്റം പറയേണ്ട, ഒരു പണ്ഡിതനെയും നമ്മൾ കുറ്റം പറയേണ്ട. ഗ്രൂപ്പ് തിരിച്ചോ അല്ലാതെയോ ഒരാളുടെ പച്ചമാംസവും നമ്മൾ തിന്നണ്ട. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത് പണ്ഡിതന്റെ മാംസത്തിന് വിഷമുണ്ട് എന്നാണ്. സാധാരണക്കാരന്റെ ഗീബത്ത് പറയൽ തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കുറ്റമാണ്.